ശല്യം നൽകി മോദാൽ ശ്രുതഗണമഖിലം കാത്തു രക്ഷിക്കുമമ്മേ. അംഗങ്ങൾ നാലു രണ്ടും പരിചൊടു വിനിയോഗിച്ചു സാഷ്ടാംഗമായി ഞാൻ തുംഗാമോദാർദ്രഭക്ത്യ തവ പദമലരിൽ വന്ദനം ചെയ്തിടുന്നേൻ. ഭംഗ്യാ വന്നന്റെ മുമ്പേ ഭഗവതി വിലസീടെപ്പോഴും സാനുകമ്പേ. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക്, സത്സംഗത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. സപ്തമസ്കന്ധത്തിലെ 32-ാമത്തെ അധ്യായം ദേവിയുടെ ആത്മതത്വ നിരൂപണം അവലോകനം ചെയ്തു കൊണ്ടുവരുന്നു. എല്ലാവർക്കും ആത്മാവിനോടാണ് ഏറ്റവും കൂടുതൽ പ്രേമം, സ്നേഹം എന്നുള്ളതിനെ ഇന്നലെ പറഞ്ഞു നിർത്തി. സർവ പ്രപഞ്ചവും മായാനിർമ്മിതമായതുകൊണ്ട് യാഥാർത്ഥ്യമല്ല. ആത്മാവിന് ഈ മിഥ്യയാകുന്ന പ്രപഞ്ചത്തോട് എപ്രകാരമാണോ ഒരു കയറിൽ, ഇരുട്ടിൽ കിടക്കുന്ന ഒരു കയറിൽ നമ്മൾ സർപ്പം എന്ന് വിചാരിക്കുന്നത് പോലെ ഈ ആത്മാവിന് വാസ്തവത്തിൽ മിഥ്യയായിട്ടുള്ള ഈ പ്രപഞ്ചത്തിൽ യാതൊരു ബന്ധവും ഇല്ല എന്ന് പറയാണ്. ബ്രഹ്മസത്യം ജഗന്മിഥ്യ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണല്ലോ. മായ കാരണം ഈ ജഗത്തുണ്ട് എന്ന് നമുക്ക് തോന്നുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആ ആത്മതത്വം നമ്മുടെ ഉള്ളിൽ വേണ്ട പോലെ പ്രകാശിച്ചു എന്നുണ്ടെങ്കിൽ, ആ ബ്രഹ്മതത്വം നമുക്ക് ഉള്ളിൽ അനുഭവിക്കാൻ കഴിഞ്ഞു, ആ തലത്തിലേക്ക് നമുക്ക് എത്താൻ കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ, അപ്പം പിന്നെ ഈ പ്രപഞ്ചം മിഥ്യയാണ് എന്ന് നമുക്ക് മനസ്സിലാവും. ഇപ്പം അത് മനസ്സിലാവണില്ല. അതിന് കാരണം അവിദ്യാജ്ഞത. അജ്ഞത കൊണ്ട് നമ്മൾ ഇത് ഈ കാണുന്ന പ്രപഞ്ചം സത്യമാണ് എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്നു. അതാണ് രജ്ജുവും സർപ്പവും എന്ന പോലെ. ഇരുട്ടിലെ ഒരു കയറ് കിടന്നാൽ നമ്മൾ പേടിക്കും, കണ്ടാൽ അതൊരു പാമ്പാണോ എന്ന് സംശയിക്കും. പക്ഷേ വെളിച്ചം വന്നാൽ മനസ്സിലായി അത് പാമ്പല്ല, കയറാണ്. ആ ഭയം പോവും. അത് നമ്മൾ കൈ കൊണ്ടെടുത്ത് കളയും. അതുവരെ അതിൻ്റെ അടുത്ത് പോകാൻ നമ്മൾ ഭയപ്പെട്ട് നിൽക്കും. വാസ്തവത്തിൽ ആ ഇരുട്ട് അന്ധകാരമാണ് ഈ കയറിനെ പാമ്പാണ് എന്ന് നമുക്ക് തോന്നിപ്പിക്കാൻ കാരണം. അതുപോലെ മിഥ്യയായിട്ടുള്ള ഈ ജഗത്ത് സത്യമാണ് എന്ന് നമുക്കിന്ന് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് കാരണം ദേവിയുടെ ആ മായ ശക്തി തന്നെ എന്ന് പറയുക. ആത്മത്തിൽ നിന്ന് ആ ആത്മാവിൽ നിന്നും ഭിന്നമായത് എല്ലാം തന്നെ പരിച്ഛിന്നമായതുകൊണ്ട് മിഥ്യയാണ്. അപരിച്ഛിന്നമല്ല, പരിച്ഛിന്നമായതുകൊണ്ട് അതെല്ലാം മിഥ്യ തന്നെയാണ്. ആത്മസ്വരൂപിണിയായിട്ടുള്ള ഞാൻ അപരിച്ഛിന്നയുമാണ് എന്ന് ദേവിയുടെ പറയുന്നു. ചിലര് ആത്മാവ് ജ്ഞാനസ്വരൂപമല്ല എന്നും ആത്മധർമ്മമാണ് ജ്ഞാനമെന്നും പറയാറുണ്ട്. ജ്ഞാനം ആത്മധർമ്മം ആണ് എന്ന് പറഞ്ഞാൽ ആത്മാവ് ജഡമാണ് എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് ആത്മധർമ്മമല്ല ജ്ഞാനം എന്നുള്ളതിനെയും അവിടെ പറഞ്ഞു. ജ്ഞാനം ജഡത്തിന് അധീനമായി ആണ് എന്നുള്ളത് കൊണ്ട് എന്നുള്ളത് കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത കാര്യമാണ്. അങ്ങനെ സംഭവിക്കില്ല. ആത്മാവ് ചിൽരൂപവും ജ്ഞാനവുമാണ്. ആത്മാവും ജ്ഞാനവും ഒന്നാകയാൽ ധർമ്മം അധർമ്മഭാവം ഉണ്ടാകുകയില്ല. അപ്പം ഈ ഭേദം
ഉണ്ടാകുന്ന സമയത്താണ് ധർമ്മഭാവം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ആത്മാവ് ജ്ഞാനസ്വരൂപമാണ്, സുഖസ്വരൂപമാണ്, സത്യസ്വരൂപമാണ്, പൂർണ്ണമാണ്, ഒന്നിനോടും ബന്ധമില്ലാത്ത അസംഗനാണ്. ദ്വൈതം എന്ന ഭാവം ഇല്ലാതെ കണ്ട അദ്വൈതമായിട്ടിരിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കണം. 24 തത്വങ്ങളെ കൊണ്ടാണ് ഈ അണ്ഡവും പിണ്ഡവും സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പല പ്രാവശ്യവും അതെല്ലാം വിശദമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. കർമ്മഫലം അനുഭവിക്കേണ്ട സമയമാകുന്ന സമയത്ത് ഇതാ ജീവൻ സൃഷ്ടിക്കപ്പെടുന്നു. ആ ജീവൻ എങ്ങനെയാണോ നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഉറങ്ങുന്നതിന് മുമ്പുണ്ടായിരുന്നതായിട്ടുള്ള സംസ്കാരം, അതിനു മുമ്പുണ്ടായിരുന്ന അറിവുകൾ, ആ വാസനകൾ ഒക്കെ ഉറങ്ങിയാൽ പോകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാലത്ത് ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അതൊന്നും പ്രഭാവത്തിൽ വരണില്ല. പക്ഷെ കാലത്ത് ജാഗ്രത അവസ്ഥയിൽ നമ്മൾ ഉണരുന്ന സമയത്ത് വീണ്ടും ഇതെല്ലാം തിരിച്ചു വരുന്നുണ്ട്. ഇപ്പോൾ ഇന്ന് എളുപ്പത്തിൽ അറിയാൻ, നമ്മൾ കമ്പ്യൂട്ടർ ഓഫ് ചെയ്തിടുമ്പോൾ അതിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചതൊന്നും എവിടേക്കും പോകണില്ല. നമ്മൾ വീണ്ടും കമ്പ്യൂട്ടർ ഓണാക്കുമ്പോൾ അതെല്ലാം ബൂട്ട് ചെയ്ത് വരുന്നുണ്ട്. ഇതേമാതിരിയാണ് നമ്മൾ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ആരായിരുന്നുവോ, എന്തായിരുന്നുവോ, എന്തൊക്കെ ജ്ഞാനം ഉണ്ടായിരുന്നുവോ, എന്തൊക്കെ നമ്മുടെ വാസനകൾ ഉണ്ടായിരുന്നുവോ ഒക്കെ ഉറങ്ങിക്കഴിഞ്ഞാൽ പോകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. രാവിലെ എണീക്കുന്ന സമയത്ത് വീണ്ടും അതെല്ലാം ബൂട്ടായിട്ട് ഉള്ളിൽ തന്നെ ഇരിക്കുന്ന കാരണം കൊണ്ട് സ്പഷ്ടമായിട്ട് വരുന്നു. ഇതുപോലെയാണ് ഈ കർമ്മഫലങ്ങൾ കഴിയുമ്പോൾ ഓരോ ജീവനും ഈ ജഡമായിട്ടുള്ള ഈ ശരീരത്തെ ഉപേക്ഷിക്കണോ, അല്ലെങ്കിൽ ആ ജീവൻ ആ ആത്മാവ് പോകുന്നതോടുകൂടി ചൈതന്യമുള്ള ഈ ശരീരം ജഡമായിട്ട് തീരുന്നു. പക്ഷേ വാസനകൾക്കനുസരിച്ച് വീണ്ടും അടുത്ത ശരീരത്തിലൂടെ ഇത് പ്രകടമാകുന്നുണ്ട്. അതുപോലെ ഈ സൃഷ്ടിയും പ്രളയാവസ്ഥയിലെല്ലാം നമ്മൾ ഉറങ്ങിക്കിടക്കുന്നത് മാതിരി ആ മായയിൽ ഉറങ്ങിക്കിടക്കണോ, ശക്തിയിൽ ലയിച്ചിരിക്കണോ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്നിൽ ലയിച്ചിരിക്കണോ എന്ന് ഭഗവതി പറയണു. വീണ്ടും കാലത്ത് ഉണരുമ്പോൾ എപ്രകാരമാണോ എല്ലാം ഉണർന്ന് നമ്മളെ ജാഗ്രത അവസ്ഥയിൽ എല്ലാ ജ്ഞാനത്തോടും കൂടി എണീക്കുന്നത്, അതുപോലെ വീണ്ടും ആ സൃഷ്ടി തുടങ്ങണോ എന്ന് പറയാണ്. ആ സൃഷ്ടി തുടങ്ങുന്ന സമയത്ത്